ഒരുപാട് ട്രോളുന്ന കമൻറ്റുകളും പോസ്റ്റുകളും വീഡിയോസൊക്കെ അപ്പോൾ കാണുന്നുണ്ട്. ഒരു 10,000 രൂപ കൊടുത്തപ്പോഴേക്ക് ബീഹാറിലെ ആളുകൾ ഇത്രയും കാലം അവഗണിച്ചതൊക്കെ മറന്ന് ആ സെയിം ഗവൺമെൻറ് തന്നെ വോട്ട് ചെയ്തു എന്നുള്ളത്. ശരിക്കും നമ്മളെ അത്തരത്തിൽ അവരെ ട്രോളാൻ അവകാശപ്പെട്ടവരാണോ? ഒരു ബീഹാറിൻ്റെ ഒരു റൂറൽ ഏരിയയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ദിവസ കൂലി എന്ന് പറയുന്നത് 200 രൂപ അല്ലെങ്കിൽ 300 രൂപേൻ്റെ ഒക്കെ അടുത്താണ്. ആ ആളുകളെ സംബന്ധിച്ചിട്ട് ഈ ഇലക്ഷൻ്റെ സമയത്ത് ഒരു 10,000 രൂപ അക്കൗണ്ടിൽ വരിക എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ്. അവരെ കൃത്യമായിട്ട് വിലക്ക് വാങ്ങുകയാണ് ഗവൺമെൻറ് ചെയ്തത്. ആൻഡ് മോറോവർ നമ്മൾ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾക്ക് അവരെ കളിയാക്കാനുള്ള അവകാശം ഉണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ഒന്ന് ചോദ്യം ചെയ്യേണ്ടതാണ്. കിറ്റ് കിട്ടിയപ്പോഴേക്ക് ബാക്കി എല്ലാ അഴിമതികളും മറന്ന് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ മലയാളികൾ. ആൻഡ് ബീഹാറിൻ്റെ കേസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു 75 ലക്ഷത്തോളം വുമൻസിൻ്റെ അക്കൗണ്ടിലേക്ക് ഇതിട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്, വിച്ച് ഈസ് അറൗണ്ട് 7,500 crores. ആ ഒരു ക്യാഷ് ഉണ്ടെങ്കിൽ ബീഹാറിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാം, അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒരുപാട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും, യൂത്തിന് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റിൽ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല, അവരെ വിലക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത്. എഡ്യൂക്കേഷന് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടില്ല, ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് ഒരുപാട് കാലം ഇനിയും മുമ്പോട്ടേക്കുള്ള കാലങ്ങളൊക്കെ അവരിങ്ങനെ വിലക്ക് വാങ്ങിക്കൊണ്ടേയിരിക്കണം. ആൻഡ് ഈ ഒരു 10,000 രൂപ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ചിലവഴിച്ചു പോകുന്ന ഒരു ചെറിയ സംഖ്യ മാത്രം. ദിസ് ഈസ് ഇന്ത്യൻ പൊളിറ്റിക്സ് നൗ.